ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 23. പ്രായം ചെന്ന ടിബറ്റൻ ലാമ. ഒരു ദിവസം ധ്യാനവും പ്രാതലും കഴിഞ്ഞപ്പോൾ ബാബാജിയുടെ അറിയിപ്പ് എന്നെ അത്ഭുതപ്പെടുത്തി. ഇന്ന് നിനക്ക് നിർദ്ദിഷ്ടമായ പരിപാടികൾ ഉണ്ടായിരിക്കുകയില്ല. നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ചുറ്റി സഞ്ചരിക്കാം. നിനക്ക് മലമുകളിൽ പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ ഗുഹകൾ കണ്ടുപിടിക്കാനും ആഗ്രഹമില്ലേ? എന്തായാലും ഇരുട്ട് വീഴുന്നതിന് മുമ്പ് മടങ്ങിയെത്തണം. ദേശാന്തര ഗമനവും പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള സഞ്ചാരവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. ഞാൻ ജലപാത്രവും ഊന്നുവടിയും മാത്രം എടുത്തുകൊണ്ട് യാത്ര തിരിച്ചു. കിഴക്കാൻ തൂക്കായ ഇടുങ്ങിയ പാതയിലൂടെ കയറി. മുമ്പ് ബാബാജിയുടെ കൂടെ 1-2 പ്രാവശ്യം പോയിരുന്ന പരിചയമുണ്ടായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മുകളിലോട്ട് കയറുന്നത് വിഷമകരമായി തോന്നി. കഠിനമായ തണുപ്പും അനുഭവപ്പെട്ടു. കൂടാതെ മഴ ചാറാൻ തുടങ്ങി. അതിനുശേഷം നേരിയ തോതിൽ മഞ്ഞുവീഴ്ചയും ആരംഭിച്ചു. പാതയുടെ ഇരുവശങ്ങളിലും ഏതാനും പ്രകൃതിദത്തമായ ഗുഹകൾ കണ്ടു. ബാബാജി മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇത്തരം ഗുഹകളിൽ ഹിമാലയൻ കരടികൾ വസിക്കുന്നുണ്ടാകാമെന്ന്. അതുകൊണ്ട് ഒരു ഗുഹയിൽ നിന്ന് നേരിയ മൂളൽ കേട്ട് ഞാൻ വല്ലാതെ ഭയന്നു. ഉടനെ അനുഭവപ്പെട്ട ധൂപത്തിൻ്റെ സുഗന്ധവും ഗുഹയിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് മനസ്സിലായി. വളരെ കരുതലോടെയും ആവേശം കാരണം വിറച്ചുകൊണ്ടും ഞാൻ ഗുഹാമുഖത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. ഗുഹയ്ക്കുള്ളിൽ അങ്ങേയറ്റത്ത് ആഴത്തിലുള്ള കുഴിയിൽ കത്തിക്കൊണ്ടിരുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറപ്പെടുന്ന നേരിയ വെളിച്ചത്തിൽ ഒരാൾ ഇരിക്കുന്നത് കാണാം. ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത ആ മനുഷ്യൻ സുഗന്ധദ്രവ്യങ്ങൾ അഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് എന്തൊക്കെയോ ജപിക്കുന്നുണ്ടായിരുന്നു. മൂളൽ സ്വരത്തിൽ ഉച്ചരിച്ചതിരുന്നത് കൊണ്ട് ഒന്നും വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ദൂരെ ഒരു ഭാഗത്ത് ശാന്തമായി ഇരുന്നു. എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയെന്ന അറിയിപ്പിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ ഗുഹയിലേക്ക് പ്രവേശിച്ചത് ആ മനുഷ്യൻ അറിഞ്ഞുവെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. ഒരൽപ്പം കഴിഞ്ഞ് ആ മനുഷ്യൻ എൻ്റെ നേർക്ക് നോക്കിയിട്ട് അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഞാൻ അഗ്നികുണ്ഡത്തിന് സമീപത്തേക്ക് നീങ്ങി. അപ്പോൾ എനിക്ക് ആ മനുഷ്യൻ്റെ രൂപം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. മംഗോളിയൻ വംശജനായ പ്രായം ചെന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് ചുളിവുകൾ കാണാമായിരുന്നു. നരച്ച കുറച്ച രോമങ്ങൾ മുഖത്ത് താടിയുടെയും കട്ടിക്കുറഞ്ഞ മീശയുടെയും രൂപത്തിൽ കാണപ്പെട്ടു. തല മുഴുവൻ കഷണ്ടിയായിരുന്നു. ഞാൻ അദ്ദേഹം ഒരു തരം ബൗദ്ധ സന്യാസിയാണെന്ന് ഊഹിച്ചു. എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ നിർത്തി സംസാരിച്ചു. കാക്ക കരയുന്നത് പോലെയുള്ള പരുക്കൻ ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് ആശംസകൾ എന്ന് പറഞ്ഞിട്ട് തുടർന്നു. അവലോകോധീശ്വരൻ, അതായത് ബുദ്ധൻ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ ആരാണെന്നും അവിടെ എത്തിച്ചേരാനുള്ള കാരണമെന്തെന്നും പറഞ്ഞു. എല്ലാം എനിക്കറിയാം, അദ്ദേഹം പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ബാബാജിയെ അറിയാം. ഞങ്ങൾ പലപ്പോഴും തമ്മിൽ കാണാറുണ്ട്. മഹായോഗിയായ മിലാറേപായുടെ കർഗ്യൂപ്പ സമ്പ്രദായത്തിൽപ്പെട്ട ഒരിടത്തും സ്ഥിരമായി താമസിക്കാത്ത ടിബറ്റൻ യോഗിയാണ് ഞാൻ. മിലാറേപ എന്ന വാക്കിൻ്റെ അർത്ഥം പരുത്തി വസ്ത്രം എന്നാണ്. കഠിനമായ തണുപ്പ് കാലത്തു പോലും ഞങ്ങൾ പരുത്തി വസ്ത്രം കൊണ്ടുള്ള കൗപീനം മാത്രമേ ധരിക്കൂ. താങ്കൾ എന്താണ് ജപിച്ചു കൊണ്ടിരുന്നത്? താങ്കൾക്ക് ഇംഗ്ലീഷ് നല്ല വശമുണ്ടോ? നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയുകയില്ല. ക്രമേണ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയാം. ഞാൻ ജപിച്ചു കൊണ്ടിരുന്നത് ഓം മണിപത്മേ ഹൂം എന്ന ബൗദ്ധ മന്ത്രമാണ്. കഠിനമായ തണുപ്പ് കാലത്ത് താങ്കൾക്ക് വസ്ത്രം ധരിക്കാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? ബാബാജിയും അങ്ങേപോലെ തന്നെയാണ്. കുട്ടി, ഞാൻ പറഞ്ഞു തരാം.
മിലാറെപ്പയുടെ വംശപരമ്പരയിൽപ്പെട്ട ഞങ്ങൾ ഒരു പ്രത്യേകതരം പ്രാണായാമവും ഭാവനയിൽ ചിലതൊക്കെ കാണാൻ കഴിയുന്ന തുമ്മോ എന്ന വിദ്യയും അഭ്യസിക്കുന്നവരാണ്. പ്രസ്തുത അഭ്യാസത്തിലൂടെ ശരീരത്തിനുള്ളിലെ അഗ്നിനാഭിയിൽ, അതായത് മണിപൂരത്തിൽ കേന്ദ്രീകരിക്കുന്നു. അവിടെ നിന്ന് അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ. ഞാൻ ഇപ്പോൾ ശരിക്കും വിയർക്കുകയാണ്. ഉള്ളിൽ നിന്നും ചൂട് കിട്ടുന്നത് കൊണ്ടാണ് വിയർക്കുന്നത്. ഞങ്ങളിൽ ചില യോഗികൾക്ക് തണുപ്പുകാലത്ത് പോലും നനഞ്ഞ വിരിപ്പുകളും മറ്റും ശരീരത്തിൻ്റെ പിന്നിൽ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഉണക്കിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിലെ മണിപ്പൂര എന്ന ചക്രത്തിലാണ് ഇന്നലെ നിങ്ങൾക്ക് അഗ്നിയുടെ സ്പർശം ലഭിച്ചത്. സമയവും സന്ദർഭവും വരുമ്പോൾ ബാബാജി നിങ്ങൾക്ക് തുമ്മോ മാതിരിയുള്ള വിദ്യ അഭ്യസിച്ചു തരും. എനിക്ക് എൻ്റെ ആകാംക്ഷയെ അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് ആരാഞ്ഞു, എൻ്റെ നാഭിയിൽ അഗ്നിസ്പർശമുണ്ടായ കാര്യം താങ്കൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? അതിനുശേഷം ബാബാജി അവിടം വിട്ട് ഒരിടത്തേക്കും പോയിട്ടില്ല. ഒരു വേള ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോയിട്ടുണ്ടോ എന്ന് താങ്കളോട് സംസാരിച്ചുവോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ കരുതുന്നുമില്ല. അദ്ദേഹം തുടർന്നു, കുട്ടി, ഞങ്ങൾക്ക് ആശയവിനിമയത്തിന് പ്രത്യേകമായ ചില മാർഗങ്ങളുണ്ട്. അതേപ്പറ്റി പലർക്കും അറിഞ്ഞുകൂടാ. അതൊക്കെ നിഗൂഢമായ വിഷയമാണ്. പ്രശാന്തമായ മനസ്സിന് എന്തെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. ആ അവസ്ഥയിൽ ചിന്തകൾ കൈമാറാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞത് കേട്ടതിന് ശേഷം പത്രമാസികകളിൽ വരുന്ന പരസ്യങ്ങൾ കണ്ടിട്ട് ഫീസ് കൊടുത്താൽ ടെലിപ്പതി, അതായത് ഇന്ദ്രിയ സഹായമില്ലാതെയുള്ള പരസ്പര അന്ധകരണ ജ്ഞാനവിദ്യ അഭ്യസിക്കാമെന്ന് വ്യാമോഹത്തിൽ വഞ്ചിതനാകരുത്. അതൊക്കെ വിഡിത്തമായിരിക്കും. യഥാർത്ഥ ജ്ഞാനം അത്യന്തം ദുഷ്കരമാണ്. ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം പറഞ്ഞു, എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് അറിയേണ്ടത്? ചില പുസ്തകങ്ങളിൽ ടിബറ്റിൻ്റെ ചില ഭാഗങ്ങളിൽ അഭൗമമായ പ്രാചീന സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് പ്രതിപാദിക്കുന്നു. അത് ശരിയാണോ? മറ്റൊന്നുകൂടി അറിയാനുണ്ട്. യതി എന്ന് അറിയപ്പെടുന്ന ഭീതി ജനിപ്പിക്കുന്ന ഹിമമനുഷ്യൻ യഥാർത്ഥത്തിൽ ഉണ്ടോ? താങ്കൾ യതിയെ കണ്ടിട്ടുണ്ടോ? ടിബറ്റൻ യോഗി തുടർന്നു, ഒന്നാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. അത്തരം ധാരാളം സ്ഥലങ്ങളുണ്ട്. ടിബറ്റിലെ അഗമ്യമായ ഒരു സ്ഥലത്ത് അത്തരത്തിലുള്ള ഒരു ഗുഹ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ചെറിയ ശരീരത്തോടു കൂടിയ നരവർഗ മൃഗത്തിൻ്റെ ശരീരം സുരക്ഷിതമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കാണുകയുണ്ടായി. അതിൻ്റെ തലയോട്ടി മനുഷ്യൻ്റേതിനേക്കാൾ വലുതാണ്. ഇരുണ്ട തവിട്ട് നിറമാണ് അതിൻ്റേത്. എന്തായാലും അവ ഭൂമിയിൽ തന്നെ വസിച്ചിരുന്ന ഒരു വംശം തന്നെയായിരിക്കണം. അല്ലാതെ ഗ്രഹങ്ങളിൽ നിന്നോ ആകാശഗംഗയിൽ നിന്നോ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ അധ്യാപകർ ഇതേപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ വംശത്തിന് 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വംശനാശം സംഭവിച്ചിരിക്കാം. ഉന്നതമായ നാഗരികത കൈവരിച്ചുവെങ്കിലും ഈ സംസ്കാരങ്ങൾക്ക് സ്നേഹം, അനുകമ്പ എന്നിവ ഒട്ടും തന്നെ ഇല്ലാതിരുന്നിരിക്കണം. ഈ വഴിക്ക് തന്നെയാണ് ഇന്നത്തെയും സാംസ്കാരിക പുരോഗതി. നമ്മുടെ വിധി എന്തായിരിക്കുമെന്ന് അത്ഭുതത്തോടെ ചിന്തിച്ചു പോവുകയാണ് ഞാൻ. ഇനി ഞാൻ യതിയെപ്പറ്റി പറയാം. യതി ഉണ്ട്, എന്നാൽ പലരും കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നത് സത്യമല്ല. മാന മലയിടുക്ക് കടന്നു പോകുമ്പോൾ ബദ്രിനാഥിൽ നിന്നും കൈലാസത്തിലേക്കുള്ള യാത്ര പഴയ പാതയിലൂടെയാണ്. ആ പാത ഇപ്പോൾ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. ടിബറ്റിൻ്റെ ഭാഗത്തുള്ള ആ പാതയുടെ സമീപത്ത് ഒരു ബൗദ്ധ സന്യാസി മഠം ഉണ്ട്. ടിബറ്റൻ ഭാഗത്തുള്ള ഈ സന്യാസി മഠം തോലിംഗ് മഠം എന്നാണ് അറിയപ്പെടുന്നത്. തോലിംഗ് മഠത്തിൽ നിന്ന് അത്ര വിദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് പോലും ലാമകൾ യതിയെ കണ്ടു. ഞാനും ഒരു യതിയെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പോയി ബാബാജിയോട് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും നിങ്ങളെ തോലിംഗ് മഠത്തിലേക്കോ കൈലാസത്തിലേക്കോ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്ന് ചോദിക്കൂ.
പോകേണ്ട വഴി അദ്ദേഹത്തിന് സുപരിചിതമാണ്. അദ്ദേഹം പലതവണ അവിടെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും ഒരു യതിയെ കാണാൻ കഴിഞ്ഞെന്ന് വരും. ഞാൻ അതിന് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഒരു ലാമയാണോ? അല്ല, നിങ്ങൾ കരുതുന്ന രീതിയിൽ ഞാൻ ഒരു ലാമയല്ല. പുണ്യാത്മാക്കളെ പരാമർശിക്കാൻ വേണ്ടി ലാമ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ലാമകളുണ്ട്. വിവാഹിതരായ ലാമകളും അവിവാഹിതരായ ലാമകളും ഉണ്ട്. ബുദ്ധന് മുമ്പുണ്ടായിരുന്ന ടിബറ്റിലെ ഷാമൻ പോലുള്ള വിഭാഗവും ഉണ്ട്. ഈ വിഭാഗം ബോൺപ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞങ്ങളെപ്പോലെയുള്ളവർ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രതീകങ്ങളൊന്നും പ്രദർശിപ്പിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നു. ഇത്തരക്കാരെ ജോഗികൾ എന്ന് വിളിക്കുന്നു. മിലാറേബ അത്തരത്തിലുള്ള ഒരു ജോഗിയാണ്. കർഗ്യുപാസ് വിഭാഗത്തിൽപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിലും അവർക്ക് നേതൃത്വം നൽകുന്നത് കർമാപ എന്ന സന്യാസിയാണ്. അദ്ദേഹം ഔപചാരികമായ വേഷവും ധരിക്കുന്നുണ്ട്. ബൗദ്ധികവും മതപരവുമായ അധികാരങ്ങളുള്ള ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു ലാമ ആധ്യാത്മിക ഔന്നത്യം പുലർത്തുന്ന വ്യക്തിയായിരിക്കണമെന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ദലായി ലാമയ്ക്ക് താങ്കൾ നൽകുന്ന സ്ഥാനം എത്രമാത്രമാണ്? എൻ്റെ ചോദ്യം കേട്ടിട്ട് ഒരു നിമിഷം മറുപടി പറയാൻ താല്പര്യം കാണിച്ചില്ല. എന്നിട്ട് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, പരേതനായ മഹാനായ 13ാമത് ദലാമൈ ലാമ പരക്കെ ആദരിക്കപ്പെട്ട ഒരു ആധ്യാത്മിക നേതാവായിരുന്നു. പ്രഥമ ദലായി ലാമ നിയമിതനായത് രാഷ്ട്രീയ പരിഗണനയിൽ ആയിരുന്നു. മംഗോളിയൻ ആക്രമണകാരിയായ ചെങ്കിസ് ഖാൻ്റെ പ്രപൗത്രനായ കുബ്ലൈ ഖാൻ ആണ് ദലായി ലാമയെ വാഴിച്ചത്. ദലായി എന്ന വാക്കിൻ്റെ അർത്ഥം സമുദ്രം എന്നാണ്. കുബ്ലൈ ഖാൻ ദലായി എന്ന പദവി സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ചൈന ഭരിച്ചിരുന്ന കുബ്ലൈ ഖാൻ ടിബറ്റിലെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ ആഗ്രഹിച്ചിരുന്നു. രണ്ടാമത്തെ ദലായി ലാമയാകട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിരുന്നു. രാഷ്ട്രീയവും മതവും പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഞാൻ കൂടുതലായി മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വയോവൃദ്ധനായ ലാമ തുടർന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ വിശക്കുന്നുണ്ടാകും. അദ്ദേഹം എനിക്ക് കഴിക്കുന്നതിന് ടിസാംബ എന്ന ഭക്ഷണം തന്നു. വറുത്തു പൊടിച്ച ബാർലിയും ടിബറ്റൻ കാളക്കൊഴുപ്പും കുഴച്ചുണ്ടാക്കിയ വിഭവമായിരുന്നു അത്. അതിൻ്റെ രുചി അരോചകമായിരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് വിഴുങ്ങുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നിട്ട് പാലൊഴിക്കാത്ത ചായയും കുടിക്കാൻ തന്നു. ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചതിന് ശേഷം വിട പറഞ്ഞുകൊണ്ട് ഗുഹയിൽ നിന്നും യാത്രയായി. ഞാൻ മടങ്ങിയെത്തിയപ്പോൾ ബാബാജി ഗുഹാമുഖത്ത് ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം പനയോലയിൽ എന്തോ കുറിച്ചു വെച്ചിരുന്നത് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു, പുതിയ സ്ഥലങ്ങൾ കണ്ടതിൻ്റെ അനുഭവം എങ്ങനെയുണ്ട്? പുഞ്ചിരിയിട്ടുകൊണ്ട് വീണ്ടും ചോദിച്ചു, പ്രായം ചെന്ന ടിബറ്റൻ യോഗിയുമായുള്ള സമാഗമം എങ്ങനെയായിരുന്നു? നീ അദ്ദേഹത്തോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ? അതെ ബാബാജി, ഞാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ അതേപ്പറ്റി എനിക്ക് അതിശയമോ തോന്നുന്നില്ല. എങ്കിലും എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. ഉടനെ ബാബാജി പറഞ്ഞു, പിന്നീടാകാം. ഇപ്പോൾ കിടന്ന് അല്പം ഒന്ന് മയങ്ങൂ. വൈകുന്നേരം ഒരു പ്രധാനപ്പെട്ട വിഷയത്തെപ്പറ്റിയായിരിക്കും ബോധനം നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. അവിടെ കിടന്ന ഞാൻ പെട്ടെന്ന് ഉറങ്ങി. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.